നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുട്ടികളിൽ നന്മയുടെ ശീലം വളർത്തുവാൻ ശ്രമിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. വലപ്പാട് പഞ്ചായത്തിൽ നാടൻ ഇക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് കാർ ഭാഗികമായി തകർന്നു. വാർത്തകൾ വിശദമായി. കുട്ടികളെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ആക്കുന്നതോടൊപ്പം നന്മയുള്ള മനുഷ്യരാക്കി വളർത്താൻ പഠിപ്പിക്കാനാണ് അധ്യാപകരും രക്ഷിതാക്കളും പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. തൃത്തല്ലൂർ UP സ്കൂളിന്റെ 97ാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് KS ദീപൻ മാസ്റ്ററുടെ യാത്രയപ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീപൻ മാസ്റ്റർ നമ്മുടെ കുട്ടികളെയും നമ്മുടെ സമൂഹത്തെയും പഠിപ്പിക്കാൻ ശ്രമിച്ച ചില പാഠങ്ങളുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അലകും പിടിയും മാറുകയാണ്. രാജ്യത്തും ലോകത്തും തന്നെ വിദ്യാഭ്യാസത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഭാഷയിൽ പുസ്തകം എഴുതിയ വിദ്യാഭ്യാസ ഗ്രന്ഥം പൗലോ ഫ്രൈറുടെ പെഡഗോഗ് ഓഫ് ദി ഒപ്രസ്ഡ് അഥവാ മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന ഗ്രന്ഥമാണ്. അധ്യാപകന് വിദ്യാർത്ഥികളിലേക്ക് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനോടൊപ്പം തൻ്റെ കയ്യിലുള്ള സമ്പാദ്യം കൂടി കൂട്ടിച്ചേർത്ത് നിക്ഷേപിക്കുകയും പരീക്ഷയുടെ കോടാമ്പി എടുത്ത് നീട്ടുമ്പോൾ അതിനകത്ത് കുട്ടി കഴിച്ചതിൽ പകുതി ഛർദ്ദിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസ നടപടിക്രമങ്ങൾക്കാണ് നമ്മുടെ വിദ്യാഭ്യാസം രൂപം നൽകിയത് എന്ന് വാദിച്ചിരുന്നതിൽ നിന്ന് വിഭിന്നമായി കേരളത്തിന്റെ വിദ്യാഭ്യാസം അലകും പിടിയും മാറ്റിയ പുതിയ വിദ്യാഭ്യാസ ക്രമത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന KS ദീപൻ മാസ്റ്റർക്കുള്ള ഉപഹാരവും മന്ത്രി സമർപ്പിച്ചു. ചടങ്ങിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം KS ധനീഷ്, PTA പ്രസിഡന്റ് AA ജാഫർ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, മുൻ DEO AB ജയപ്രകാശ്, പ്രധാന അധ്യാപിക KG റാണി, സ്വാഗത സംഘം കൺവീനർ NK വിജയൻ, PTA വൈസ് പ്രസിഡന്റ് സനിത സുരേഷ്, മുൻ പ്രധാന അധ്യാപികമാരായ K ജയവല്ലി, CP ഷീജ, ശ്രീ പ്രകാശ് കരിപ്പാടത്ത്, OSA പ്രസിഡന്റ് പ്രദീപ് കരിപ്പാടത്ത്, തളിക്കുളം BPCK H സിന്ധു, ഡോക്ടർ KS രജിതൻ, മാതൃസംഗമം പ്രസിഡന്റ് അമ്പിളി രാജൻ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീജ മൗസമി, സ്റ്റാഫ് പ്രതിനിധി KS ഷീന, സ്കൂൾ ലീഡർ നാജിയ AS എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിവിധ എൻഡോമെന്റുകൾ, USS സംസ്കൃത അറബിക് സ്കോളർഷിപ്പുകൾ എന്നിവ വിതരണം ചെയ്തു. KS ദീപൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിന് KSKTU താന്യം പഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പാവങ്ങളുടെ പടയണി KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ സിബിൻ സി ബാബു, KSKTU ചേർപ്പ് ഏരിയ പ്രസിഡന്റ് MV മുകേഷ്, ഏരിയ ട്രഷറർ MB സഹദേവൻ, മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ ഷൈജു KS, രതി സുരേന്ദ്രൻ, തങ്കമണി ശശിധരൻ എന്നിവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കായുള്ള ചുവരെഴുത്തുകൾ ആരംഭിച്ചു. CPI, കോൺഗ്രസ്, BJP സ്ഥാനാർത്ഥികൾക്കായുള്ള ചുവരെഴുത്തുകളാണ് തുടങ്ങിയിരിക്കുന്നത്. മണലൂരിൽ CPI സ്ഥാനാർത്ഥിക്കായുള്ള ചുവരെഴുത്തുകൾ തുടങ്ങി. സ്ഥാനാർത്ഥികളുടെയും ചിഹ്നങ്ങളുടെയും ഉൾപ്പെടെയുള്ള ചുവരെഴുത്തുകളാണ് തുടങ്ങിയിട്ടുള്ളത്. നിലവിൽ VS സുനിൽകുമാർ, TN പ്രതാപൻ, സുരേഷ് ഗോപി എന്നിവരുടെ പേരുകളാണ് പ്രധാന കക്ഷികളുടേതായി ഉയർന്നു കേൾക്കുന്നത്. എങ്കിലും ഔദ്യോഗിക ലിസ്റ്റ് പുറത്തു വരുന്നതിന് മുൻപായാണ് ചിഹ്നങ്ങളും ദേശീയ നേതാക്കളുടെ പേരുകളും കൂടി വെച്ചുമുള്ള ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആര് ജയിച്ചാലും ഒരു കേന്ദ്രമന്ത്രി എന്നതാണ് NDAയുടെ വാഗ്ദാനം. അതേസമയം നമ്മുടെ MP-ക്ക് ഒരു വോട്ട്, ഇന്ത്യക്ക് ഒരു വോട്ട് എന്നതാണ് UDFന്റെ മുദ്രാവാക്യമായി ചുവരെഴുത്തുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി 2023-24 ഉൾപ്പെടുത്തി നിർമ്മിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നടന്നു. എടമുട്ടം സൊസൈറ്റി പരിസരത്ത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാട്ടർ കിയോസ്ക് നിർമ്മിച്ചത്.
ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, ബ്ലോക്ക് മെമ്പർമാർ ആയ വസന്ത ദേവലാൽ, ജൂബി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രഹർഷൻ, അജ്മൽ ഷെരീഫ്, മണി ഉണ്ണികൃഷ്ണൻ, സൊസൈറ്റി പ്രസിഡന്റ് TU ഉദയൻ, പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. നമുക്കറിയാം, നമ്മളുടെ അവിടെ അധികം കുടിവെള്ള പ്രശ്നം നേരിടുന്നെങ്കിലും നമ്മൾക്കൊരു കുടിവെള്ളത്തിൻ്റെ ക്ഷാമം കുറച്ച് ദിവസങ്ങളിലായിട്ട് നേരിടുന്ന ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതായത് വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും കുടിക്കാനുള്ളൊരു വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ജലസേചന പദ്ധതികൾ ചെറുതായിട്ടുള്ളത് മിനി കുടിവെള്ള പദ്ധതികളായിട്ടുള്ളൊരു മാർഗമാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വാട്ടർ കിയോസ്കുകളും അതുപോലെ തന്നെ വാട്ടർ ATMകളും ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടിയിട്ട് സർക്കാർ സംവിധാനത്തിലൂടെ നടപ്പിലാക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ നാട്ടിക നിയോജക മണ്ഡലത്തിലെ ചാഴൂർ പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി. KPCC മെമ്പറും DCC വൈസ് പ്രസിഡന്റുമായ CO ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് ചാഴൂരിലാണ് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൈറ്റിൽ ഇന്ത്യയിൽ ആദ്യമായി AICCയുടെ ഡിജിറ്റൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ഓഫീസ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും എത്തിക്കാൻ ചാഴൂരിലെ കോൺഗ്രസ് കമ്മിറ്റിക്കും നിങ്ങൾക്കും കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. പലപ്പോഴും നല്ല സംഘടനാ ശേഷിയുള്ള മിടുക്കന്മാരായ ഈ നിയോജക മണ്ഡലത്തിൽ അതിശക്തമായി പ്രവർത്തിക്കാൻ കെൽപ്പും ശക്തിയുമുള്ള വ്യക്തികളുള്ള ഒരു മണ്ഡലം തന്നെയാണ് ചാഴൂർ മണ്ഡലം. ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും ചില പ്രതിസന്ധികളും ചില പ്രയാസങ്ങളുമാണ് നമ്മുടെ ചാഴൂരിനെ പുറകോട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കേരളത്തിൽ തന്നെ UDFന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ചാഴൂർ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന് CO ജേക്കബ് അഭിപ്രായപ്പെട്ടു. TK പൊറിഞ്ചു, സിജോ ജോർജ്, വികാസ് ചക്രപാണി, മണികണ്ഠൻ, KK അശോകൻ, KS സന്ദീപ്, CM പരമശിവൻ, ജോൺ ജേക്കബ്, ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വയോജനങ്ങൾക്ക് കട്ടിൽ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് SC വ്യവസായ കേന്ദ്രത്തിൽ പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, മെമ്പർമാരായ ഷോയ് നാരായണൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, ധർമ്മൻ പറത്താട്ടിൽ, ഷേർലി റാഫി എന്നിവർ പങ്കെടുത്തു. നിർവഹണ ഉദ്യോഗസ്ഥയായ ICDS സൂപ്പർവൈസർ, അംഗനവാടി ടീച്ചർമാർ, വയോജനങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു കാറ്റഗറിയിലേക്ക് വരാണ്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ് മുകളിലുള്ളവർക്കാണ് വാർഡ് തലത്തിൽ നമ്മൾ ഇതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്നിങ്ങനെ പറഞ്ഞിരുന്ന ഏറ്റവും വയസ്സ് കൂടിയ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു പദ്ധതി ഇനി തുടർന്ന് വരുന്ന ഭരണസമിതി ആയാലും ഇതിനെ തുടർന്ന് എല്ലാവർക്കും നമ്മൾ നിലത്ത് കിടക്കുന്നതിന് പകരം കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡിൽ ഗ്രാമസഭ കൂടി എന്ന തെരഞ്ഞെടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓരോരുത്തരും. ഏകദേശം മുള്ളു ഗ്രാമപഞ്ചായത്ത് 3,64,000 രൂപ ഇതിന് വകയിരുത്തിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം തൃപ്രയാർ.
ഞങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. തൃപ്രയാർ ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ടിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കാർ ഭാഗികമായി തകർന്നു. കൊല്ലം സ്വദേശി ജിബിൻ രാജേന്ദ്രന്റെ കാറിന്റെ മുകൾ ഭാഗമാണ് ഭാഗികമായി തകർന്നത്. ചൊവ്വാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. നടൻ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള വിസ്മയ സ്റ്റുഡിയോസിലെ ജീവനക്കാരനാണ് ജിബിൻ. ആഗാന്നൂർ എന്ന പുതിയ സിനിമയുടെ ജോലിക്കിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു. തിങ്കളാഴ്ച രാത്രിയോടെ തൃപ്പയാറിലെത്തിയ ജിബിൻ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ഗ്രൗണ്ടിലാണ് കാർ പാർക്ക് ചെയ്തത്. രാവിലെ ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കാർ തകർന്നത് കാണുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നാട്ടിക ഫയർഫോഴ്സ് വടം കെട്ടി ഉയർത്തി മരക്കൊമ്പ് മുറിച്ച് മാറ്റുകയായിരുന്നു. വലപ്പാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് നാടൻ ഇക്കോ ഷോപ്പ് തുറന്നു പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്തിലെ പച്ചക്കറി കൃഷിക്കാർക്ക് എന്നും താങ്ങും തണലുമായി പ്രവർത്തിക്കാനും വിഷരഹിതമായ പച്ചക്കറി നാട്ടുകാർക്ക് എത്തിക്കാനും ശ്രമിക്കണമെന്നും MLA അഭിപ്രായപ്പെട്ടു. വലപ്പാട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ CK കുട്ടൻ മാസ്റ്റർക്ക് പച്ചക്കറി നൽകി ആദ്യ വിൽപ്പനയും MLA നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. ഇക്കോ ഷോപ്പ് സെക്രട്ടറി മോഹൻദാസ് VR, തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ് മാസ്റ്റർ, ഇക്കോ ഷോപ്പ് വൈസ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട്, വാർഡ് മെമ്പർ അജയ് ഘോഷ്, രഘുലാൽ VR, രഞ്ജിത്ത് സിംഗ്, നളിനി ബാലകൃഷ്ണൻ, ഹരിദാസ് കണ്ണൻ പള്ളിത്തറ, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ എന്നിവർ സംസാരിച്ചു. ഹോർട്ടിക്കോർ പച്ചക്കറികളും മണ്ണുത്തി സർവകലാശാലയിലെ വളങ്ങളും കീടനാശിനികളും അതേ MRPയിൽ ലഭ്യമാണ്. കൃഷിഭവൻ മൂലം ഹൈടെക് ആക്കുന്ന രീതിയിലേക്ക് വരാൻ പോകുന്നു. പുതിയ ആധുനിക രീതിയിലുള്ള കൃഷി പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തന രംഗത്ത് നമ്മുടെ ഇതുമായി അംഗങ്ങളെ പരമാവധി കൃഷിയിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നതിനുള്ള ആവശ്യമായ സഹായങ്ങൾ ഈ സർക്കാർ എത്ര സാമ്പത്തിക പ്രയാസങ്ങൾ പോലും കൊടുക്കാൻ തീരുമാനം. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ മോഹനോട് ചോദിച്ചു, നമ്മുടെ കൃഷി ഓഫീസിൻ്റെ സ്ഥിതി എന്താണ്? കൃഷി ഓഫീസ് നമ്മുടെ പഞ്ചായത്തിലുള്ള സ്ഥാപനമാണ്. പക്ഷേ അത് പുതിയ രീതിയിലുള്ള ഹൈടെക് ആക്കാൻ എന്താണ് മാർഗം? അതിനാവശ്യമായ സ്ഥലവും അതിനാവശ്യമായ പൈസ മണ്ഡലത്തെ ഒരു കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചു തരാൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ മാസം തോറും നടത്തിവരാറുള്ള നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ നടന്ന പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ അഞ്ജന നടുപ്പറമ്പിൽ കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പ് വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. അവരുടെ കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികളെ വിളിക്കുമ്പോൾ അത് ശരിക്കും ഒരു പ്രോത്സാഹനം കൂടിയാണ്. കാരണം എനിക്ക് ഒരു നേട്ടം കിട്ടിയപ്പോൾ കുറേ സ്നേഹമുള്ള മനുഷ്യരുടെ കൂടെ അത് ആഘോഷിക്കുക അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ്. ഈ ഒരു ഐഡിയ ആദ്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഭയങ്കര പുതുമയുള്ളൊരു ഐഡിയ എനിക്ക് തോന്നി. കാരണം ഇത് ഓരോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രചോദനം കൂടിയാണ് നൽകുന്നത്. കാരണം നമ്മുടെ ഫാമിലിയിൽ തന്നെ, കാരണം ഒരു ഫാമിലി പോലെ കാണുന്നത് കൊണ്ടാണ് ഇവർക്ക് അത്തരത്തിലൊരു ഐഡിയ, അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ തന്നെ വിളിച്ച് ഇതുപോലുള്ള പരിപാടികൾക്ക് ഒരു ഗസ്റ്റ് പോലെ ക്ഷണിച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് ഇവർ എല്ലാവരും ഒരു ഫാമിലി പോലെ കണക്കാക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. സജീവൻ അന്തിക്കാട്, സജീവൻ താനാപാടം, കണ്ണൻ കൊച്ചത്ത്,
ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് സ്വദേശികളായ സദാനന്ദൻ വടശ്ശേരി, ബോസ്കോ വടക്കൻ, വാളമുക്ക് സ്വദേശി ഷീബ നെടിയെടുത്ത്, ചാഴൂർ സ്വദേശി ഭാരതി വിയത്ത്, മുറ്റിച്ചൂർ സ്വദേശി സുഗണൻ തൈവളപ്പിൽ എന്നിവരാണ് ഈ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. തളിക്കുളം തളിക്കുളങ്ങര ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനം, വാകചാർത്ത്, അഭിഷേകങ്ങൾ, ചതുശുദ്ധി, ധാര, പഞ്ചവിംശതി കലശം, എതിർത്ത് പൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ശീവേലി എന്നിവ നടന്നു. തന്ത്രി മുഖ്യൻ തരണല്ലൂർ പടിഞ്ഞാറേ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് താന്ത്രിക പൂജാ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 3 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ തിടമ്പേറ്റി. ക്ഷേത്രം ഭാരവാഹികൾ, രക്ഷാധികാരികളായ ടി.കെ. സുകുമാരൻ, ഇ.ജി. ചന്ദ്രബോസ്, ടി.യു. സുഭാഷ് ചന്ദ്രൻ, പ്രസിഡന്റ് ജയബാലൻ കടവിൽ, സെക്രട്ടറി കെ. ഫൽഗുണൻ, ട്രഷറർ N.K. മോഹനൻ, വൈസ് പ്രസിഡന്റ് KR. ഗോകുലൻ, ജോയിന്റ് സെക്രട്ടറിമാരായ പി. ശശിധരൻ നായർ, വല്ലത്ത ശശീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ചൂലൂർ അരയമ്പറമ്പിൽ ശ്രീ കണ്ണുമുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് കളമ്പാട്ട് നടന്നു. തിങ്കളാഴ്ച രാവിലെ ശ്രീ കണ്ണുമുത്തപ്പന് രൂപക്കളം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, രാത്രി കർണയക്ഷിയമ്മയ്ക്ക് രൂപക്കളം, ചൊവ്വാഴ്ച രാവിലെ ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി ദിനേശ് അരയമ്പറമ്പിൽ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് A.P. സദാനന്ദൻ, സെക്രട്ടറി പ്രദീപ് അരയമ്പറമ്പിൽ, ട്രഷറർ A.S. അനീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫെബ്രുവരി 21-നാണ് ക്ഷേത്ര മഹോത്സവം. പഴങ്ങാപ്പറമ്പ് പാർത്ഥസാരഥി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. എല്ലാ ദിവസവും രാവിലെ നിത്യനിദാന ചടങ്ങുകൾ, പരികലശാഭിഷേകം, കുംഭേശ കലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, പഞ്ചഗവ്യം, ശീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. കൊടിയേറ്റം നാളിൽ തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി എന്നിവയും ഉണ്ടായി. ഫെബ്രുവരി 20-ന് വൈകിട്ട് കേളി, പച്ച്, അത്താഴപൂജ, ശ്രീഭൂതബലി, കുട്ടികളുടെ കലാപരിപാടികൾ. 21-ന് വൈകിട്ട് അത്താഴപൂജ, മുളപൂജ, മേളം, കുട്ടികളുടെ കലാപരിപാടികൾ. 22-ന് വൈകിട്ട് ശ്രീഭൂതബലിക്ക് ശേഷം മട്ടന്നൂർ ഉദയൻ നമ്പൂതിരി, ചെർപ്പളശ്ശേരി രാജേഷ് എന്നിവർ നയിക്കുന്ന ഡബിൾ തായമ്പക. 23-ന് രാത്രി 8 മണിക്ക് ചിന്തുപാട്ട്. 24-ന് രാവിലെ നിത്യചടങ്ങുകൾക്ക് ശേഷം പഴങ്ങാപ്പറമ്പ് മനയിലേക്ക് ഭഗവാന്റെ എഴുന്നള്ളിപ്പ്. വൈകിട്ട് 4-ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ തിരിച്ചെഴുന്നള്ളും. വലിയ വിളക്ക്, തൃപ്രയാർ രമേശന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചവാദ്യം. ശേഷം 7 മണിക്ക് ചെറുശ്ശേരി കുട്ടന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം. 25-ന് താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം പഴങ്ങാപ്പറമ്പ് വടക്കേ ഇല്ലത്തേക്ക് എഴുന്നള്ളിപ്പ്. രാത്രി താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം പള്ളിനായാട്ടിന് തിരിച്ചെഴുന്നള്ളുന്ന ഭഗവാന് ചെറുശ്ശേരി ശ്രീകുമാറിന്റെ പാണ്ടിമേളം. 26-ന് തിങ്കൾ രാവിലെ നിത്യചടങ്ങുകൾക്ക് ശേഷം ആറാട്ടിന് എഴുന്നള്ളിപ്പ്. ആറാട്ടിന് ശേഷം എഴുന്നള്ളുന്ന ഭഗവാനെ പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് ധ്വജാവരോഹണത്തോടെ ഉത്സവ പരിപാടികൾ സമാപിക്കും. ചൂലൂർ നടൂപ്പറമ്പിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, ഉഷപൂജ, പഞ്ചവിംശതി കലശം, ശീവേലി, പൊങ്കാല സമർപ്പണം, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് നടൂപ്പറമ്പിൽ അജിത്തിന്റെ വസതിയിൽ നിന്നും പൂരം എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ക്ഷേത്രത്തിലെത്തി പകൽപൂരം, ദീപാരാധന, വർണ്ണമഴ, തായമ്പക, അത്താഴപൂജ, ഗുരുതി തർപ്പണം എന്നിവയും നടന്നു. നടൂപ്പറമ്പിൽ തറവാട്ടിലെ ആദ്യത്തെ പൈലറ്റായ അജിത്തിന്റെ മകൻ ശ്രീഹരിയെ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ N.I. ശങ്കരൻ, N.K. വിനോദൻ, N.G. വിശ്വനാഥൻ, N.S. തിലകൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ വീണ്ടും. കുട്ടികളിൽ നന്മയുടെ ശീലം വളർത്തുവാൻ ശ്രമിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. വലപ്പാട് പഞ്ചായത്തിൽ നാടൻ ഇക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് കാർ ഭാഗികമായി തകർന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.